കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദ. കലികാലത്ത് നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുവാനും ഈശ്വര വിചാരം ചെയ്യുവാനൊക്കെ കാരണം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ അവസ്ഥ കൊണ്ടാണ്. ഭക്തന്മാർ നിഷ്കാമമായിട്ട് പലതരത്തിലുള്ള ഉപാസനകൾ, അതുപോലെ തന്നെ ജ്ഞാനികളായിട്ടുള്ളവർ അവരുടെ കർമ്മത്തിലൂടെ മറ്റുള്ളവരെ യഥാർത്ഥമായിട്ടുള്ള ഈശ്വര തത്വത്തെ മനസ്സിലാക്കി കൊടുക്കുന്നു. ബ്രാഹ്മണര് പോരാ, എല്ലാ ലൗകിക ജീവിതങ്ങളെയും മാറ്റിവെച്ച് പല സ്ഥലത്ത് യുഗങ്ങളോളം തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാരുടെ ഒക്കെ അപാര കാരുണ്യമാണ് നമുക്ക് ഇതുപോലെ കുറച്ചു നേരമെങ്കിലും ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അവരുടെയൊക്കെ ആ തൃപാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്കിതാ ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് ശരിക്ക് വ്യാസ പൂർണിമ അല്ലെങ്കിൽ ഗുരു പൂർണിമ എന്ന് പറയും. ഏതൊരു മനുഷ്യന്റെ വിജയത്തിന്റെയും പുറകില് ഗുരുനാഥന്റെ അനുഗ്രഹമാണ്, വേറെ ഒന്നും നമ്മുടെ ഇല്ല. എന്നാൽ ഈ ഗുരുനാഥൻ ആരാണ് ശരിക്കും? ഗുരുനാഥൻ ശരിക്കും ഗുരുവായൂരപ്പനാണ് അല്ലേ? ഇരുട്ടിനെ മാറ്റാൻ അല്ലെങ്കിൽ ജ്ഞാനപ്രകാശം നമുക്ക് തന്ന് ആ ജ്ഞാനിയായിട്ട് മാറ്റാൻ സാധിക്കുന്നത് ജ്ഞാനി എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. ആരാണ് അത്? ഗുരുവായൂരപ്പനാണ് ജ്ഞാനി എന്ന് പറയുന്നത്. പിന്നെ അതിനെയൊക്കെ ഓരോരോ ഇടങ്ങളിലൂടെ, ഓരോരോ വ്യക്തികളിലൂടെ, ഓരോരോ സാഹചര്യങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങളെ നമ്മൾ ഗുരുനാഥന്മാരായിട്ട് കാണാറുണ്ട് അല്ലേ? നമുക്കറിയാം, ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവന് പറഞ്ഞു കൊടുക്കും 24 ഗുരുക്കന്മാര്. അതിൽ പലതും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവരെയൊക്കെ ഗുരുനാഥനാക്കാൻ പറ്റുക എന്ന് ചോദിക്കുക അല്ലേ? വേട്ടാളിനെ ഗുരുനാഥനാക്കാൻ പറ്റുമോ? പെരുമ്പാമ്പിനെ ഗുരുനാഥനാക്കാൻ സാധിക്കുമോ? ആനയെ ഗുരുനാഥനാക്കാൻ സാധിക്കുമോ? അപ്പം നമുക്ക് ഗുരു എന്നുള്ള ഒരു തത്വമാണ് ശരിക്കത്. അതെങ്ങനെ? അത് ആ ഗുരുവായൂരപ്പൻ തന്നെ നമ്മളിൽ പല പല മാധ്യമങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഇരുട്ട് മാറി നമുക്ക് ആ പ്രകാശം നമുക്ക് എത്തിത്തരുന്നു. അപ്പം അതിന് വലിയൊരു കാരണമാണ് യഥാർത്ഥത്തില് വേദവ്യാസ മഹർഷി അല്ലെ? വേദവ്യാസ മഹർഷി അന്ന് ഈ 5000 വർഷങ്ങൾക്ക് മുമ്പ് കലികാലത്തുണ്ടാകാൻ പോകുന്നതായിട്ടുള്ള മാറ്റങ്ങളെ ദീർഘദൃഷ്ടിയോടുകൂടി കണ്ട് ദുർഭഗോ ജനലോകോയം എന്ന് പറയുന്നില്ലേ? ഇനി അന്നത്തെ ഭാഗ്യമില്ലാത്ത ജനങ്ങളായിരിക്കും അന്ന് ഇനി വരാൻ പോകുന്നത് കലികാലത്ത്. അവരൊരിക്കലും വിഷമിക്കരുത്. ഇതാണ് ഏതൊരു നല്ല ബുദ്ധി എന്ന് പറയുന്നത്. അതാണ് ഭാവിയിലൂടെ മറ്റുള്ളവരുടെ ദുഃഖത്തെ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം എന്ന് പറയില്ലേ? അപ്പം ഇത് നമ്മളെ കാണിച്ചു തന്ന ഗുരുനാഥനായിരുന്നു വേദവ്യാസ മഹർഷി. മറ്റുള്ളവർക്കൊരു ദുഃഖം വരുന്നതിന് കാരണമാകുന്നുണ്ടെങ്കിൽ അതിനൊരു എന്താണ് പ്രതികാരം അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകുക. എങ്ങനെ? ചിന്താവിലാപരഹിത അല്ലെ? ഒട്ടും ചിന്തയില്ലാതെ നമ്മളുടെ ദുഃഖത്തെ പോലും നമ്മൾ നോക്കാതെ ഗണിക്കാതെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം എന്നൊക്കെ പറയുന്നത്. അതാണ് ശരി. അല്ലെങ്കിൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള ഈ മനുഷ്യജന്മത്തിന്റെ സുഖം എന്ന് നമ്മൾ പറയുന്നില്ലേ? എന്താ ഈ സുഖം എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ? സംസ്കൃതത്തില് ഖം എന്ന് പറഞ്ഞാൽ ആകാശം എന്നർത്ഥം അല്ലേ? ആകാശത്തിന്റെ അനന്തത എങ്ങനെയാ? ആകാശത്തിന്റെ അനന്തത എന്ന് പറഞ്ഞാൽ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല. അതിങ്ങനെ പരന്ന് കിടക്കുക അല്ലേ? അതിനെ നമുക്ക് ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അവ്യക്തമാണെന്ന് പറയും അല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് യഥാർത്ഥത്തില്. അതാണ് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം. നമ്മൾ സുഖം സുഖം നമ്മൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ സുഖം എങ്ങനെയായിരിക്കണം? ആകാശത്തെ പോലെ അനന്തമായിട്ടുള്ള ഒരു ആനന്ദമായിരിക്കണം യഥാർത്ഥത്തില് നമ്മൾ പറയുന്ന സുഖം. നമ്മൾ സുഖമാണോ ദുഃഖമാണോ നമുക്ക് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള സുഖമാണോ നമ്മൾ അനുഭവിക്കുന്നത്? ഇല്ല അല്ലേ? ശരിക്കും നമ്മൾ അനുഭവിക്കുന്നില്ല ശരിക്ക്. അപ്പം യഥാർത്ഥമായിട്ടുള്ള ആ സുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള വഴിയാണ് വേദവ്യാസ മഹർഷി നമുക്കിതാ ഈ 5000 വർഷം മുമ്പ് ആ ഈശ്വര തത്വത്തെ നമുക്ക് വ്യക്തമായിട്ട് നല്ല ഭാഷയിലൂടെ
നമുക്ക് പറഞ്ഞു തന്നു അവിടെ. അതിനെ ഉറച്ചു വിശ്വസിച്ചാൽ ഇനി ഇതിനപ്പുറത്തെ ഈ പറഞ്ഞതായിട്ടുള്ള അല്ലെ, ഋഷഭദേവൻ പറഞ്ഞു കൊടുത്തില്ലേ, എന്താണ് ത്വനന്തം അല്ലെ, സുഖം എന്ന് പറയുന്നല്ലേ, ബ്രഹ്മസൗഖ്യം തു അനന്തം സുഖം. അതാണ് ശരിക്ക്, അതാണ് യഥാർത്ഥത്തില് ആ ഒരു സുഖം എന്നുള്ളത്. എപ്പോഴും ഈ സത്യത്തെ അംഗീകരിക്കുക. എന്താ സത്യം? നമ്മളുടെ ഒരു ചെറിയ ഇല അനങ്ങുന്നുണ്ടെങ്കിൽ പോലും എന്താണ് അതിന്റെ പുറകിലുള്ള ഒരു ശക്തി. ആ ശക്തി ഒന്നാണ്. എല്ലാവരുടെയും ഉള്ളില് ഈ കർമ്മത്തിന് ആധാരമായിട്ടുള്ള ഒരു ശക്തിയാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ നമ്മൾ എത്ര കണ്ട് നമ്മൾ ഫ്രീ ആവുന്നു. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഡ്രൈവർ നമ്മളെ ഒരു കുഴപ്പമില്ലാതെ കൊണ്ട് എത്തിക്കുമ്പോൾ ആ ഡ്രൈവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? സുഖമായിട്ട് അതില് അല്ലെ ഉറങ്ങി നമുക്ക് യാത്ര ചെയ്യാം. അപ്പം ഈ ഒരു ഉറക്കം നമ്മൾ എങ്ങനെ, നമ്മൾ എത്ര നമ്മളൊക്കെ അല്ലെ നല്ല, നമ്മൾ എന്തിനാ നമ്മൾ ഈ 2 ടയറും ഫസ്റ്റ് ക്ലാസ്സും AC ഒക്കെ നമ്മൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? റിലാക്സ് ചെയ്യാൻ വേണ്ടി, അല്ലാതെ അതിനകത്ത് കയറിയിട്ട് ഇഷ്യൂറോ ഇനിയിപ്പോ എപ്പോൾ ചെല്ലും ഇങ്ങനെ വേവലാതിപ്പെടാനാണോ? അല്ല, അതിൽ കയറി സുഖമായിട്ട് നമുക്ക് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്യണം. അതിന് കാരണം ആരാണ്? അതിന് കാരണം അല്ലെ, അവിടെ ഡ്രൈവർ വേണ്ട പോലെ അത് അതിനെ പരിചരിച്ചു കൊണ്ടുവന്നത്. ഈ ഡ്രൈവറുടെ ജോലി നമ്മൾ എടുത്താലോ? നമ്മളെടുത്താൽ നമുക്ക് ദുഃഖമായി. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മളുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ എന്ത് ചിന്തിക്കുന്നുണ്ടോ, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്ന എന്ത് കർമ്മങ്ങളായിക്കോട്ടെ അതൊക്കെ ചെയ്യുന്ന ആരാണ്? ഒക്കെ ഈശ്വരൻ എന്ന് വിചാരിച്ചാല് നമുക്ക് എത്ര സുഖമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ സാധിക്കും. അപ്പൊ എവിടെയാ അവിടെ ദുഃഖം വരുന്നത്? അപ്പൊ സുഖ ദുഃഖങ്ങളെയും ഗുണദോഷങ്ങളെയും ശീത ഉഷ്ണങ്ങളെയും അല്ലെ, ഈ ദ്വന്ദ്വങ്ങളെയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ ഇത് വിശ്വസിച്ചാലേ പറ്റുള്ളൂ. ഇതിന് വലിയ പഠിത്തമൊന്നും വേണ്ട. ഇതിന് വലിയ വേദാന്തം പഠിക്കുകയൊന്നും വേണ്ട. ഈ വേദാന്തത്തിന്റെ ഒക്കെ ഭക്ഷണമൊക്കെ ഇതിനകത്ത് ഇത് ഈ നിസ്സാരമായിട്ടുള്ള കാര്യം അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അംഗീകരിക്കരുതോ നമുക്ക്? സത്യം അതല്ലേ ശരിക്ക്? അപ്പം ആ സത്യം ഒന്ന് ജനങ്ങളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ഒരു വിധത്തില് മഹാഭാരതം മുഴുവൻ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. പക്ഷെ ജനങ്ങളില് ഈ ബേസ് കൊടുത്താലേ പറയാൻ പറ്റുള്ളൂ അല്ലെ. നമുക്കൊരു ബേസ് ഉണ്ടെങ്കിൽ ആ ബേസ് വെച്ചോണ്ടേ നമുക്ക് പലതും ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ ബേസ് കൊടുത്തില്ല. ഈ ബേസ് ഇതാണ്. എന്താ ബേസ്? ഞാനും ഈശ്വരനും എന്ന് പറയുന്നത് പ്രത്യേക അല്ല. പിന്നെന്താണ്? ഈ ചെയ്യുന്നത് മുഴുവൻ ആ ശക്തിയാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഞാൻ വെറും ഒരു യന്ത്രമാണ് എന്നുള്ളൊരു തോന്നലിൽ നമ്മൾ മഹാഭാരതത്തിലെ നിയമങ്ങളൊക്കെ പഠിക്കണം. അപ്പൊ നമുക്ക് ഒട്ടും വ്യത്യാസം വരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള സുഖം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ആ ബ്രഹ്മസൗഖ്യത്തിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കട്ടെ. ഈ വ്യാസപൂർണിമയ്ക്ക് നമുക്ക് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്ത. എത്ര ഉദാത്തമായിട്ടുള്ളൊരു ഭാവമാണ് നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. എവിടുന്ന? സദാശിവ സമാരംഭം. ആ ദക്ഷിണാമൂർത്തി സ്വാമിയിൽ നിന്ന് ആരംഭിച്ച് അത് ശങ്കരിൽ മധ്യം എത്തി. അവിടെ നിന്ന് അസ്മദാചാര്യ പര്യന്ത, ഈ തൊട്ട് മുമ്പ് എനിക്ക് കിട്ടിയ അറിവ് തന്ന ഗുരുനാഥൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ഭാവം, അതിന്റെ ഉദാത്തമായിട്ടുള്ള ഒരു ഭാവം. ആ അറിവിനെയും കൂടി കാരണമായിട്ടുള്ള എല്ലാവരെയും കൂടി ഞാൻ നമസ്കരിക്കുന്നു. ആ ഒരു ശ്ലോകം ഏറ്റവും മഹത്വമായിട്ടുള്ള ഒരു ശ്ലോകമാണത്. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര. ഈ ഒരു പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ആ പരമ്പരയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം എന്നും ഉണ്ടാവണേ, എന്നും നമുക്ക് പ്രാർത്ഥിച്ച് നമസ്കരിക്കാൻ സാധിക്കണേ എന്നുള്ള ആ ഒരു ഗുരുനാഥനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാനുള്ളൊരു ദിവസവും ഈ കിട്ടിയതായിട്ടുള്ള അനുഭവം. നമുക്കിനി ഗുരുനാഥനോടുള്ള ഇത് വീട്ടുന്നത് എങ്ങനെയാണ്? ഋഷികടം നമ്മൾ എങ്ങനെയാ വീട്ടാറ്? നമുക്ക് നമ്മളുടെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് അവർക്കും ആ ഒരു ശാന്തി സമാധാനത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം. അത് നമുക്ക് കിട്ടിയ അറിവ് നമ്മളിങ്ങനെ പകർന്നു കൊടുത്താൽ മതി. ഇപ്പൊ ചിലര് പറയുന്നു, ഇപ്പൊ ഒരു ചെറിയൊരു നമ്മൾ പൊതുവേ നമ്മൾ പറയേണ്ടത് എന്താണ്? നമ്മൾ ആചരിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് പറയാൻ. നിർബന്ധമൊന്നുമില്ല, ഈ കാര്യത്തിൽ നിർബന്ധമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുകൂടാണ്ട്, അതുകൊണ്ടാണ് ഈ ഭാഗവതം വായിക്കുമ്പോഴൊക്കെ തെറ്റുകൂടാണ്ട് വായിക്കണം. അറിഞ്ഞു വായിക്കണം എന്നതിലേക്കാൾ കൂടുതൽ തെറ്റുകൂടാതെ വായിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. ആ വേദവ്യാസ മഹർഷി എന്താണോ നമ്മളിലേക്ക് പകർന്നു തന്നത് അത് അതിനെപോലെ തെറ്റുകൂടാതെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോണമെന്ന് നിർബന്ധമില്ല അല്ലേ. സാധാരണ രീതിയിൽ പറയും,
അനുഭവിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് അത് പ്രയോജനം, അല്ലാതെയും പ്രയോജനമാകും ഇത്. എങ്ങനെയാണ്? അതേപോലെ നമ്മൾ വെറുതെ ഒരു മീഡിയേറ്റർ ആയാൽ മതി. നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ അപ്പൊ ചിലപ്പം അത് കിട്ടുന്നവർക്ക് ചിലപ്പോൾ അനുഭവിക്കുകയും ചെയ്യും, നമ്മളും അനുഭവിക്കുകയും ചെയ്തില്ലെന്നിരിക്കും. ചിലപ്പോൾ അവരിലൂടെ ആയിരിക്കും നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണ് ഈ ഗുരുതത്വമാണ് ശരിക്കും അവിടെ. വ്യക്തിയല്ല ഒരിക്കലും ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ തത്വമാണ് ശരിക്ക്. അപ്പം നമ്മൾ ചിലപ്പം അനുഭവിച്ചില്ലെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവർക്ക് ചിലപ്പോൾ അത് അനുഭവമാകും. അല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പ്രഭാഷണങ്ങളൊക്കെ കേമായി എന്ന് പറഞ്ഞു ഇങ്ങനെ, അല്ലെങ്കിൽ മോശമായി എന്ന് പറയാറില്ല, പൊതുവെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും കേമായി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കും, എങ്ങനെ ഈ കേമ ആകലുണ്ടാവുക? ഓരോരുത്തരും അതേ രീതിയിൽ കേൾക്കുന്നതിന്റെ സുഖമാണതേ, അത്രേ ഉള്ളൂ. ഈ കേൾക്കുന്നതിന്റെ സുഖത്തിനനുസരിച്ചല്ലേ നമുക്ക് സുഖാകുക? എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. അപ്പം ആ പ്രഭാഷണം ചിലപ്പം നമ്മൾ ഈ പുസ്തകം നോക്കിയായിരിക്കും വായിക്കുന്നത്. അപ്പൊ അതിൽ തെറ്റില്ല പറയുകയാണ്. അപ്പൊ എന്നോട് ചിലപ്പോൾ ചോദിക്കും, തിരുമേനി പ്രഭാഷണം പറഞ്ഞ് ഞങ്ങൾ നോക്കി വായിക്കുന്നുണ്ടോ? നോക്കി വായിക്കുന്നത് എന്താ കുഴപ്പം? നമ്മൾ ഈ തത്വം ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊരു മീഡിയേറ്റർ ആകുന്നേ ഉള്ളൂ ശരിക്കും. ആ മീഡിയേറ്ററിലൂടെ അവരിലേക്ക് എത്തുമ്പം അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് ഇങ്ങനെ കിട്ടുന്നു. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ ശരിക്കും, അല്ലെ? അത് കിട്ടുമ്പോൾ ആനന്ദമാകുമ്പോൾ അത് സുഖമായി. അപ്പം അത് ഇതായി. അപ്പം പ്രഭാഷണം കേമായി എന്ന് പറഞ്ഞാല് പ്രഭാഷകന്റെ കഴിവല്ല സത്യത്തില്. പിന്നെയോ കേൾക്കുന്നവരുടെ മാനസികാവസ്ഥയും അവരുടെ ശ്രവണ സുഖവുമാണ് യഥാർത്ഥത്തില് അതിന്റെ ഇത്. എന്ന് പറഞ്ഞ പോലെ നമുക്കും അത്രയേ ഉള്ളൂ ആ ഗുരുനാഥനോട് ചെയ്യാനുള്ളത്. നമുക്കും അല്ലെ, നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു മഹാസമുദ്രം, അതിന്റെ ഓരോ തുള്ളികളെയും നമ്മൾ വേണ്ട പോലെ ആ പരിപൂർണ ശ്രദ്ധയോടുകൂടി ആ അക്ഷരങ്ങളെ നമ്മൾ വേണ്ട പോലെ സ്വീകരിച്ചത് നമുക്ക് പാരായണം ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് അവർക്ക് കൊടുക്കാനുള്ള ദക്ഷിണ. അതാണ് എപ്പോഴും അതാണ് ഗുരുനാഥനോടുള്ളത്, അല്ലേ? ഇതിനകത്ത് പറയുന്നില്ലേ, നമ്മളുടെ ഉദ്ധവൻ പറയുന്നത് എന്താ ഉദ്ധവനോട് പറയുന്നുണ്ട്, ദക്ഷിണ ജ്ഞാന സന്ദേശ എന്ന് പറയുന്നില്ലേ? എന്തേ അതിന്റെ കാര്യം? ഇത് തന്നെയാണ്. ഇത് തെറ്റുകൂടാതെ ഉദ്ധവ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുക. തനിക്ക് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവർക്കാകട്ടെ എന്നുള്ള ആ ഒരു ഭാവമാണ് യഥാർത്ഥത്തിൽ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള പാരമ്പര്യം. അതിനുള്ള ഗുരുപരമ്പരകളുടെ ഒക്കെ പാദങ്ങളിൽ നമുക്ക് ഇന്ന് നമസ്കരിക്കാം. നമുക്ക് പതിവ് പോലെ നമ്മളുടെ ഈ സത്സംഗത്തിന്റെയും ഈ ജപത്തിന്റെയും തീർത്ഥാടനങ്ങളുടെയും ക്ഷേത്രാടനങ്ങളുടെയും ഒക്കെ ഒറ്റ ലക്ഷ്യം ഒന്നേ ആകാവുള്ളൂ. നമ്മളെപ്പോഴും പറയും, അല്ലെ? നമ്മൾ ഭാഗവതം ബാധിച്ചിട്ടുള്ളവരൊക്കെ എപ്പോഴും പറയും, നിസ്വാർത്ഥമായിരിക്കണം, അല്ലെ? നമ്മൾ ചെന്ന് ആ കണ്ണന്റെ മുമ്പിൽ ചെന്നൊന്ന് നമസ്കരിക്കുന്നത് പോലെ എന്താവണം? നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യുന്നു എന്ന് വിചാരിച്ച് നമസ്കരിക്കണം. അങ്ങനെ ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ നാമം ജപിക്കാൻ സാധിക്കുന്നത്. അത് മാത്രം വിചാരിച്ചാൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഐശ്വര്യത്തിന് കാരണം അതൊക്കെയാണെങ്കിൽ നമ്മളും അതുപോലെ ചെയ്യാൻ തയ്യാറാകുക എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തിൽ ജ്വരസ്തുതി ചൊല്ലി നമുക്ക് ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാചാം നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാ വികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹസ്ത്വന്മായേഷാ തന്നിഷേധം പ്രപദ്യേ നാനാഭാവേ ലീലയൈവോപപന്നീർ ദേവാൻ സാധൂം ലോകസേതൂൻ ബിഭർഷി ഹംസ്യോന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മേ തത്തേ ഭാരഹാരായ ഭൂമേഃ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.